അതെ, ഇന്ന് നല്ല വലിയ കിളിമീൻ കിട്ടിയേ. പടയപ്പ കിളിയെന്നും പറയും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് ഒന്ന് പറയണേ. മീൻ വെട്ടി വൃത്തിയാക്കി എടുത്തേ. ഉള്ളതിൽ വലുത് കറി വെക്കാനും ചെറുത് പൊരിക്കാനുമായി കട്ട് ചെയ്തേ. ഈ മീന് ചെതമ്പല് കൂടുതലായതുകൊണ്ട് വെളിയിലിട്ടാണ് മീൻ വെട്ടിയത്. ഒരു പുളിയും മുളകും കറിയും വെക്കാം. ഒരു ചെറിയ പാത്രത്തിൽ കറിക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും ചേർത്ത് മൂപ്പിച്ചെടുത്ത് ചെറിയ ചൂടോടെ തന്നെ പാകത്തിന് പുളിയും 8-10 കൊച്ചുള്ളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് അതിലേക്ക് അരച്ചെടുത്ത അരപ്പും ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കറിവേപ്പിലയും ഇട്ട് കറി തിളച്ച് വന്നപ്പോൾ മീനിട്ട് കൊടുത്തേ. ഈ സമയത്ത് പൊരിക്കാനുള്ള മീൻ അരപ്പ് പുരട്ടി കുറച്ചു നേരം മാറ്റി വെച്ചേ. കൂടെ കുറച്ച് പാവയ്ക്കും മെഴുക്ക് വരട്ടാനും അരിഞ്ഞെടുത്തേ. അപ്പോഴേക്കും കറി വെന്ത് വന്ന് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ കറി സെറ്റായി. പിന്നെ പാവയ്ക്കും മെഴുക്ക് വരട്ടാനും വെച്ചേ. പാവയ്ക്കും മെഴുക്ക് വരട്ടുമ്പോൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്താൽ പാവയ്ക്കയുടെ കയ്പറിയില്ല. മീൻ പൊരിക്കാനും വെച്ചിട്ട് പാവയ്ക്ക വെന്ത് വന്നപ്പോൾ ഒരു പിടി തേങ്ങയും ചേർത്താൽ പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി. മീൻ തിരിച്ചും മറിച്ചുമിട്ട് പൊരിച്ചെടുത്തേ. അപ്പോൾ ചോറിന്റെ കൂടെ കിളിമീൻ പൊരിച്ചതും പുളിയും മുളക് കറിയും പാവയ്ക്ക മെഴുക്ക് വരട്ടും കൂടെ ഇന്നലത്തെ കക്കാ പുളിരസവും കൂട്ടി ചോറ് കഴിച്ചേ. അപ്പോഴേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ.